السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യം എന്നല്ല ലോകം തന്നെ ഞെട്ടലോടുകൂടി കേട്ട ഒരു മഹാദുരന്തമാകുന്നു ഗുജറാത്തിൽ നടന്ന ആ ഒരു വിമാന ദുരന്തം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ആ ഒരു വിമാന ദുരന്തത്തിൽ 242 പേർ മരണമടയുകയും തീരുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിൽ ഇടിച്ചു കയറുകയും ചെയ്ത മഹാദുരന്തം. സർദാർ വല്ലഭായ് പട്ടേൽ ആ വിമാനത്താവളത്തിൽ നിന്നും ലക്നോവിലേക്ക് പുറപ്പെട്ടതായി എയർ ഇന്ത്യയുടെ ബോയിങ് ഡ്രീം ലൈൻ 787 വിമാനം ആ വിമാനത്താവളത്തിനും സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ഏകദേശം 625 അടി ഉയരത്തിലേക്ക് ഉയരുമ്പോൾ ആ വിമാനത്തിൻ്റെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുകയും വിമാനം ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ മേഘാലയയിലെ UG യൂണിവേഴ്സിറ്റിയിൽ ഇടിച്ചു കയറുകയും ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരണപ്പെടുകയും ചെയ്തു. അതിൽ ഒരേ ഒരാൾ മാത്രമാകുന്നു രക്ഷപ്പെട്ടത്. ആ മേഘാലയയിലെ UG യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ സഹോദരന്മാർ ഏകദേശം 33ഓളം ആളുകളും അതോടൊപ്പം തന്നെ മരണപ്പെടുകയാണ് ചെയ്തത്. എത്രത്തോളം വലിയ ദുരന്തമാണ് സംഭവിച്ചതെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുന്നു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഏതൊരു മനുഷ്യൻ്റെയും അവധി എത്തിക്കഴിഞ്ഞാൽ അവനെ ഒരു സെക്കൻഡ് പോലും പിന്തിപ്പിക്കുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറയുന്നു. എവിടെ ഒളിച്ചാലും എവിടെ ഓടി ഒളിച്ചാലും ശരി തന്നെ മരണം പിടികൂടുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്നും ഒരിക്കലും തന്നെ രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്നാൽ അതിൽ ഒരൊറ്റ സഹോദരൻ മാത്രം, വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ രക്ഷപ്പെടുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അജലെത്തിയില്ല. ഈ 242 പേരിൽ 241 പേരും കത്തിയമരുമ്പോൾ, കത്തിക്കരിഞ്ഞു പോകുമ്പോൾ അള്ളാഹു ആ കുടുംബങ്ങൾ ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിൽ നിന്നും ഒരാൾ മാത്രം നിസ്സാര പരിക്കുകളോടുകൂടി രക്ഷപ്പെടുമ്പോൾ നാം ഓർക്കുക, ഏതൊരാൾക്കും അവൻ്റെ അജലെത്തിയാൽ മാത്രമേ മരണം വന്ന് പിടികൂടുകയുള്ളൂ. ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സമയമായി കഴിഞ്ഞാൽ ഒരാൾക്കും തന്നെ സാധ്യമല്ല. എത്രത്തോളം കോട്ടകൊത്തളങ്ങൾക്കുള്ളിൽ കെട്ടിയടയ്ക്കപ്പെട്ട കോട്ടകൊത്തളങ്ങൾക്കുള്ളിൽ അവൻ ചെന്ന് സുരക്ഷിതനായിരുന്നാലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറയുന്നു, ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജ് മുശയ്യദ, നിങ്ങൾ കെട്ടിയടയ്ക്കപ്പെട്ട കോട്ടകൊത്തളങ്ങൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടാലും, നിങ്ങൾ അവിടെ സുരക്ഷിതമായിരുന്നാലും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാകുന്നു നാം കണ്ട ആ മേഘാലയയിലെ UG യൂണിവേഴ്സിറ്റിയിൽ ഒന്നും അറിയാതെ ഭക്ഷണം കഴിച്ച് കളിതമാശകളായും കളിയും തമാശയുമായി കഴിഞ്ഞിരുന്നതായ സഹോദരന്മാർ, അവർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ വിമാനം വന്നിടിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അവർ മരണപ്പെട്ടു പോയി. അള്ളാഹു ദുരന്തങ്ങളിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട അടിമകളിൽ നാം ഏവരെയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹനം പുറപ്പെടുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നാം ഇറങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്നുള്ള ആ ഒരു മഹത്തായ ദിക്ർ ചൊല്ലിക്കൊണ്ട് വീട്ടുകളിൽ നിന്നും പുറപ്പെടുക. അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് റബ്ബേ നിന്നിൽ തവക്കലാക്കുന്നു എന്നുള്ള ആ റബ്ബിലുള്ള തവക്കൽ അവർ അർപ്പിച്ചുകൊണ്ട് നാം ഓരോ യാത്രയിലും റബ്ബിൽ തവക്കലാക്കിക്കൊണ്ട് യാത്ര ചെയ്യുക. അള്ളാഹു പരിപൂർണമായും എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.